ചെറിയ ഒന്ന് അടി കൊടുത്ത ജസാലി ഉമ്മാനോട് ഞാൻ പറഞ്ഞു, ഉമ്മ നിങ്ങള് ആരെങ്കിലും വരുമെല്ലാം ചെയ്യൂ, നിങ്ങൾ ഫുള്ള് റെഡി ആയിട്ടെല്ലാം നിന്നോ, ചിലപ്പോ എന്റെ മാപ്പിളിന്റെ അടുന്ന് വരും. ഞാൻ പറഞ്ഞു, സാധാരണ ഭാര്യമാർ പോകുമ്പോ കരയല്ലേ ചെയ്യും, ഇതെന്ത് ഈ സന്തോഷിച്ച്. അങ്ങനെ ഫൈനലി നാട്ടിലെത്തിയിട്ടുണ്ട്. എന്നെ കൂട്ടാൻ വന്ന ആളാണ് ഈ കിടക്കുന്നത്. അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ അബുദാബി എയർപോർട്ടിലേക്കാണ് ഉള്ളത്. ഞാൻ നാട്ടിലേക്ക് പോകും 1 വർഷത്തിന് ശേഷം. ആർക്കും അറിയില്ല നാട്ടിൽ പോകുന്നതുകൊണ്ട് ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ് ഉള്ളത്. പിന്നെ ഒരു ചെറിയ വിഷമം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, മാപ്പിളിൻ്റെ വീട്ടിൽ പോകുമ്പോൾ എല്ലാവർക്കും വിഷമം ഉണ്ടാവില്ലേ, അതുണ്ട്. പക്ഷേ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, അത്ര തന്നെ. അപ്പം വീട്ടിൽ ആർക്കും അറിയില്ല ഞാൻ വരുന്ന കാര്യം. എൻ്റെ കസിൻ ബ്രദറിന് മാത്രമേ അറിയാവുള്ളൂ. ഓനെ എന്നെ പിക്ക് ചെയ്യാൻ വരുക. പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പം ചെക്ക് ഇൻ കൗണ്ടർ ചെക്ക് ഇൻ ചെയ്ത് ബോർഡിംഗ് പാസ് കിട്ടി. ഞാനിപ്പോൾ ഇവിടെ വെയിറ്റിംഗ് ഏരിയയിലാണ് ഉള്ളത്. കുറേ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഒറ്റയ്ക്ക് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒന്നാമത് ഇവിടെ വന്നതിന് ശേഷം തിരിച്ച് നാട്ടിൽ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നൊന്നും തിരിയുന്നില്ല. അപ്പോൾ എല്ലാം കൂടി കലക്ക സമാവത്തിയാക്കി എന്തെല്ലോ ചെയ്ത് വെച്ച് നാട്ടിലേക്ക് അങ്ങോട്ടേക്ക് വരാണ്. പിന്നെ എന്താ പറയുക, ഇത് തന്നെ നാട്ടിൽ പോകുന്നതിന് നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഉമ്മാക്കൊന്നും അറിയില്ല. ഇന്നലെ രാത്രി ഉമ്മാനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല ഒന്നും. ഉമ്മാനോട് ഞാൻ പറഞ്ഞു, ഉമ്മ നിങ്ങൾ ആരെങ്കിലും വരുമെല്ലാം ചെയ്യൂ, നിങ്ങൾ ഫുള്ള് റെഡി ആയിട്ടെല്ലാം നിന്നോ, ചിലപ്പോൾ എൻ്റെ മാപ്പിളിൻ്റെ അടുന്ന് വരും. കാരണം ഞാൻ നാട്ടിലെത്തിയ പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞ് ഉപ്പ ഇങ്ങോട്ടേക്ക് വരണം. അപ്പോൾ ഞാൻ വെറുതെ ഉമ്മാനോട് പറഞ്ഞു, ഉപ്പയെല്ലാം കാണാൻ വരുമായിരിക്കും ചിലപ്പോൾ, അതുകൊണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് നിന്നു അവിടെ, കുഴപ്പമില്ല, എവിടെയും പോകുമൊന്നും വേണ്ടാന്നെല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ചതാണ് ഞാൻ. ഹൈലൈറ്റ് കോമഡി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ദുബായിൽ വന്നിട്ട് ഇത്ര കാലമായിട്ട് എനിക്കൊരു ജലദോഷം പനിയൊന്നും വന്നിട്ടില്ല. പക്ഷേ ഞാൻ നാട്ടിൽ പോകുന്ന കറക്റ്റ് അറിഞ്ഞിട്ട് എന്താണെന്നറിയില്ല, ജലദോഷം പനിയെല്ലാം വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ജലദോഷം പിടിച്ചു. ഇനിയിപ്പോൾ നാട്ടിലെത്തുമ്പോൾ നല്ലോണം ആയിക്കോളും. നേരെ ഞാൻ ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരും എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ചെറിയൊരു ക്ലിപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞങ്ങൾ എയർപോർട്ടിലേക്ക് വരുന്നതും അതൊക്കെ ചെറിയ വീഡിയോ, അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് തരാം. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി. ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കഫ്റ്റേരിയ കയറി ഒരു സാൻഡ്വിച്ചും കോഫിയും ഒക്കെ ഓർഡർ ചെയ്ത് നമ്മൾ കഴിച്ചു. ഫുഡ് കഴിക്കുന്ന വികാരമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. നമ്മൾ ദുബായിലുള്ളത് കൊണ്ട് തന്നെ അബുദാബിയിൽ ഡയറക്റ്റ് ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബസ്സിലാണ് അബുദാബി എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുന്നത്. ഇതാണ് അബുദാബി എയർപോർട്ടിൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഞാനിവിടെ വന്ന് 3 എയർപോർട്ട് ഒന്ന് കണ്ടതുകൊണ്ട് എനിക്കൊരു സന്തോഷമായി. പിന്നെ ഫറു പോയിട്ട് ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് ഓളിയൊക്കെ എടുത്തിട്ട് വന്നു. മൂപ്പര് ചിരിച്ചുകൊണ്ടൊക്കെ വന്നിട്ട് ലഗേജെല്ലാം എടുക്കുന്നത്. ഫുൾ ലഗേജൊക്കെ സെറ്റപ്പ് ആക്കി വെക്കുന്നുണ്ടോ. ഭയങ്കര സന്തോഷം, എന്താണെന്നറിയില്ല. എനിക്ക് ഞാൻ പറഞ്ഞു, സാധാരണ ഭാര്യമാർ പോകുമ്പോൾ കരയല്ലേ ചെയ്യും, ഇതെന്ത് ഈ സന്തോഷിച്ച്. അങ്ങനെ ഞാൻ പെട്ടിയെടുത്ത് വെക്കുമ്പോൾ ഓരോന്ന് പറഞ്ഞ് മൂപ്പരെ ചിരിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കേട്ടോ ഇത്. അങ്ങനെ ബായിയൊക്കെ പറയുമ്പോൾ എന്നോട് വേഗം പോയിക്കോ എന്നായി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഇതിപ്പം 1:30ക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. ഇനിയിപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറുണ്ട്. പിന്നെ ഗേറ്റ് ഓപ്പൺ ആയാൽ പിന്നെ നേരെ ഫ്ലൈറ്റിലേക്ക് പോവാം. അപ്പം ബാക്കി വിശേഷങ്ങൾ അവിടെ നിന്ന് കാണിച്ചു തരാം. ഞാനിതാ ദുബായിനോട് യാത്ര പറഞ്ഞു നമ്മുടെ കണ്ണൂരേക്ക് ഇൻഡിഗോ ഫ്ലൈറ്റിൽ പോവാണ്. അങ്ങനെ ഫൈനലി ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റ് ഡിപ്പാർട്ടായിട്ടുണ്ട്. ഇനി ഒരു 3.5 മണിക്കൂർ. നാട്ടിൽ ഏകദേശം ഒരു 6-6:30 ആകുമ്പോഴേക്കും ഞാൻ നാട്ടിലേക്ക് എത്തും. പിന്നെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും ഒരു അരമണിക്കൂർ, 7:30 ആകുമ്പോഴേക്കും എത്തും. ദുബായിനോട് യാത്ര പറഞ്ഞ് അവിടുന്ന് കയറുമ്പോൾ ഇത്ര വലിയ ഇതില്ലായിരുന്നു. പക്ഷെ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ഒരു സങ്കടം. കാരണം ഞാൻ വരുന്ന സമയത്ത് എൻ്റെ കസിനുണ്ട്, പിന്നെ ഞാൻ ഇവിടുന്ന് ടൂറ് പോയ സമയത്ത് ഫറുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് എല്ലാവരെയും കാണുമ്പോൾ മാറുമായിരിക്കും. പിന്നെ ഫറു ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളത്. ഇനിയിപ്പം റൂമ് മാറണം, ഒറ്റയ്ക്ക് ബാച്ചിലേഴ്സ്, അതായത് ബെഡ് സ്പേസിലേക്ക് മാറണം, അങ്ങനത്തെ പരിപാടികളായിട്ട് മൂപ്പര് തിരക്കിലാകുമ്പോൾ പിന്നെ സെറ്റാവും, രണ്ടാളും സെറ്റാവും. പിന്നെ ഇനിയിപ്പോൾ എക്സൈറ്റ്മെൻറ്റ് ഇനിയിപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിലെനിക്ക് സാൻഡ്വിച്ച് കിട്ടും. അപ്പം സാൻഡ്വിച്ചിന് വെയിറ്റിങ്ങാണ്. പിന്നെ ഞാൻ ലേസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നു. അതും എനിക്ക് കുറച്ച് സമയം അതിനകത്ത് തിന്നിട്ടും ഫിലിം കണ്ടിട്ടും എല്ലാം നാട്ടിലേക്ക് എത്തിക്കണം. എങ്ങനെയെങ്കിലും 2-3 ഫിലിമെല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് വേണം നാട്ടിലെത്താൻ. ഒന്നും കാണുന്നില്ല, നല്ല വെയിലാണ്. ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഭയങ്കര വെയിലാണ്. അതുകൊണ്ട് ഒന്നും പുറത്ത് കാണുന്നില്ല. ഇനി
അവിടെ എത്തുമ്പോഴേക്ക് രാത്രിയാകുമ്പോൾ നല്ല രസമുണ്ടാവും. വിൻഡോ സീറ്റ് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. സാധാരണ ഞാൻ ഫ്ലൈറ്റിലൊക്കെ വരുമ്പോൾ വിൻഡോ സീറ്റ് വേണമെന്ന് പറയുള്ളൂ. ഇതെന്തോ ഭാഗത്തിന് എനിക്ക് കൂടുതൽ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ആദ്യഘട്ട ഫുഡ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് ജംഗിൾ സാൻഡ്വിച്ച് ഞാൻ ടിക്കറ്റിൻ്റെ കൂടെ ഓൾറെഡി ഉള്ളതായിരുന്നു. പിന്നെ ഇത് ബട്ടർ മിൽക്ക് കോക്ക്. അത് കണ്ടിട്ട് കോക്ക് കണ്ടിട്ട് വലിയ ടേസ്റ്റ് ഒന്നും തോന്നുന്നില്ല, പക്ഷേ കുടിച്ച് നോക്കണം. ഓ, സാൻഡ്വിച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട്. രണ്ടാൾക്ക് കഴിക്കേണ്ട ക്വാണ്ടിറ്റി, ജസ്റ്റ് ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട് സാൻഡ്വിച്ച്. ഞാൻ വിചാരിച്ച ടേസ്റ്റ് ഇല്ലാന്നാണ്, പക്ഷെ ഇത് ടേസ്റ്റ് ഉണ്ട്. ഇവര് തരുന്നത് കൊണ്ട് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കും, ബട്ട് നല്ല ഉണ്ടാവും. സാൻഡ്വിച്ച് കുറച്ചും കൂടി അടിപൊളി. ഇതാണ് ജംഗിൾ സാൻഡ്വിച്ച്. ആദ്യ ഘട്ടത്തെ ഫുഡ് ഒക്കെ കഴിഞ്ഞു. ഇനി രണ്ടാം ഘട്ടം ഞാൻ കൊണ്ടുവന്ന സാധനം കഴിക്കണം. പിന്നെ അപ്പോഴേക്കും കഴിച്ച് തീർക്കട്ടെ. അങ്ങനെ എന്നെ കൂട്ടാൻ വന്ന ആളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നാട്ടിലെത്തിയിട്ടുണ്ട്. എന്നെ കൂട്ടാൻ വന്ന ആളാണ് ഈ കിടക്കുന്നത്. ഇനി പുരക്ക് പോയിട്ട് സർപ്രൈസ് ചെയ്യണം. ഇവൻ്റെ ഉമ്മ എൻ്റെ പുരക്കില്ല. ഇനിയിപ്പോൾ എൻ്റെ പുരക്ക് എൻ്റെ ഉമ്മ ഉണ്ട്. ഇല്ലേ ഉമ്മ? ആ, ഉമ്മ ഉണ്ട്. ഉമ്മാനെ പോയി സർപ്രൈസ് ചെയ്യണം. അപ്പം വെയിറ്റ് ആൻഡ് വാച്ച്. പോകുന്ന വഴിക്ക് നല്ലോണം വിശന്നുകൊണ്ട് നമ്മളൊരു ബർഗർ അടിക്കാമെന്ന് വിചാരിച്ച്. ഇത് നമ്മുടെ സ്വന്തം അമ്പലത്തുള്ള AFC ബർഗർ. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. അല്ല ഞാൻ വന്നേ ഏതാണെന്ന് ഞാൻ വന്നേ. ഒന്നൊരു സന്തോഷല്ലേ? സന്തോഷത്തിലല്ലേ? അസ്സലാമലൈക്കും. ഫസീലമായി ചോരൊക്കെ ഇപ്പൊ എന്തല്ല അപ്പൊ സുഖല്ലേ? കേറണ തരിച്ചെടുത്തൊക്കെയല്ലേ കേറ്. ഇപ്പൊ പുയാപ്പിളില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ആ ഫ്ലൈറ്റില് ചെറിയ ഒന്ന് അടി കൊടുത്ത ജസാലി. അസ്സലാമലൈക്കും. എന്താ നിങ്ങള് ഉറക്കത്താ? അസ്സലാമലൈക്കും. റിപ്പോർട്ട് കിട്ടി. എന്തെല്ലാം ദിയാച്ചു? അൽഹംദുലില്ലാ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തു. ഇൻഡിഗോ പറഞ്ഞ സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചു തന്നിട്ടുണ്ട്. ഞാനിവിടെ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ എന്ന് വെച്ചാൽ സീറ്റിൻ്റെ അടിയിൽ താണിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ആങ്ങളിനോട് പറഞ്ഞു, നീ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുക, മുന്നിൽ പോയി നിൽക്ക്. എന്നിട്ട് മെല്ലെ എൻ്റെ ഫോണിൽ വീഡിയോ എടുത്തു. ഉപ്പയാണെങ്കിൽ പുറത്ത് ഇരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു കുടുംബത്തിലൊരു ഉമ്മാമ്മ മരിച്ചിട്ടുണ്ട്. ഇന്ന് പെട്ടെന്ന് മരിച്ചതായിരുന്നു. ഞാൻ എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ഉമ്മ തന്നോട് പറഞ്ഞത്. അപ്പം അങ്ങനെ അവരെല്ലാം അവിടെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്.
എല്ലാവരും പർദ്ദയിലിട്ട് മാറ്റി നിന്ന് ഞാനങ്ങനെ കയറുമ്പോൾ ഉപ്പാക്കൊരു റിയാക്ഷനും ഇല്ല അതുപോലെ. അപ്പം ഞാനിങ്ങനെ ഉപ്പ എന്താ ഇങ്ങനെ ഒരു റിയാക്ഷനും ഇല്ല ഉപ്പാക്ക്. ഉമ്മയാണെങ്കിൽ ഉമ്മ ഉയ്യ എൻ്റെ മോൾ എത്തിയെന്ന് പറഞ്ഞിട്ട് ഉമ്മാൻ്റെ കൂക്കി. ഉമ്മ ഭയങ്കര എക്സൈറ്റഡ് ആയി. പിന്നെ ഉമ്മ പോകുന്ന തിരക്കും ബേജാറായിട്ട് അങ്ങനെ പോകുന്ന തിരക്കേനുള്ളത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ എൻ്റെ തറവാട്ടിൽ എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്ന് എൻ്റെ ഇളയമ്മ അമ്മായിമാർ കാർന്നൂർ അങ്ങനെയെല്ലാം ഉണ്ടേനു. അങ്ങനെ അവർ ഇവിടുന്ന് എല്ലാവർക്കും പോവേണ്ടത്. അങ്ങനെ എല്ലാവരും പർദ്ദയിലിട്ട് ഇവിടെ വന്ന് ഞാൻ ഒളിച്ചു നിന്ന് ഞാൻ എന്നിട്ട് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇവർ വന്നപ്പോൾ ഞാൻ സലാം പറഞ്ഞിട്ട് ഇറങ്ങി. ഇവർ ഇത് നിൻ്റെ മാപ്പിള എടുത്തതെല്ലാം ചോദിക്കും. ആർക്കും എന്നെ കണ്ടിട്ട് വേണ്ട. എല്ലാവരും ഭയങ്കര അതിശയം പോലെ. എല്ലാവർക്കും അറിയാം ഞാൻ എന്തായാലും നാട്ടിൽ വരും. പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ എത്തുന്ന ആർക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം ഞാൻ അടുത്ത മാസം അങ്ങനെ പറഞ്ഞ് ഞാൻ നീണ്ടു ഇങ്ങനെ കളിക്കേനോ. അങ്ങനെ അൽഹംദുലില്ലാ എല്ലാവരെയും കണ്ട് സന്തോഷമായി. ഇന്നത്തെ ഒരു ദിവസം ഹാപ്പിയായി. പിന്നെ അവിടുന്ന് വന്ന ഒരു ചെറിയൊരു സങ്കടം അത് ഉള്ളിലുണ്ടാവും. അതെന്തായാലും ഉണ്ടാവില്ല. എൻ്റെ അടുത്ത് എല്ലാവരും ഉണ്ട്, ഓരോരുത്തർ ആരും ഇല്ലല്ലോ ഉച്ചക്കിൽ. അപ്പോൾ ആ ഒരു ഇതുണ്ട്. എന്തായാലും ഹാപ്പിയായി. ഇപ്പം ഇനി വീട്ടിൽ വന്ന് എനിക്ക് കുറച്ചും കൂടി ഇങ്ങനെ വ്ളോഗ് എടുക്കണമെന്ന് ഉണ്ട്. ഇൻഷാ അല്ലാഹ് സമയം കിട്ടുമായിരിക്കും. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല, ആദ്യം വലിയ പണിയൊന്നുമില്ല. എന്നാലും ഇവിടെ വന്നിട്ട് ഇൻഷാ അല്ലാഹ് വീഡിയോ എടുക്കണം. പുതിയ നല്ല എക്സൈറ്റിങ് നല്ല ക്യൂട്ട് വ്ളോഗുമായിട്ട് ഞാൻ വരുന്നത് വരെ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബായ്.